എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ ഈ സ്ക്രീനിൽ രണ്ട് വസ്തുക്കൾ കാണാൻ കഴിയും. ഒന്ന് ചന്ദനം, നമ്മുടെ പ്രസാദമായിട്ടുള്ള ചന്ദനം, ക്ഷേത്രത്തിൽ നിന്നൊക്കെ നമുക്ക് പ്രസാദമായി കിട്ടുന്ന ചന്ദനം. രണ്ടാമത്തത് ഭസ്മമാണ്. ഈ ഭസ്മവും ചന്ദനവും നമുക്ക് ഇവിടെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ നിങ്ങൾക്ക് രണ്ടിലേതെങ്കിലും ഒന്നിനോട് അല്പം താല്പര്യമുണ്ടാകും. ഒന്ന് മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടുള്ളതാണ് ചന്ദനം, മറ്റൊന്ന് ശിവഭഗവാന്റെ പ്രതീകമായിട്ടുള്ളതാണ് ഭസ്മം. കൃത്യമായിട്ട് ഓർമ്മ വേണം. അപ്പോൾ ശിവഭഗവാന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രസാദം കൂടിയാണ് ഭസ്മം. കാരണം ചുടലഭസ്മമാണ് ശിവന് ഏറ്റവും പ്രാധാന്യമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് മഹാവിഷ്ണുവിന് ചന്ദനമാണ് മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രതീകമായിട്ടുള്ളത് കാര്യം. ഞാനിവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ കാണുമ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് അങ്ങ് സ്വീകരിക്കണം. ഒന്നുകിൽ ചന്ദനം നമ്മൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഭസ്മം അങ്ങോട്ട് സ്വീകരിക്കുക. രണ്ടും നിങ്ങൾ കാണുന്നുണ്ട് ഒരേപോലെ. അപ്പോൾ ആദ്യം നിങ്ങൾ ഇഷ്ടദേവനെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ ഒരു ചന്ദനാണെങ്കിൽ ചന്ദനം, ഭസ്മമാണെങ്കിൽ ഭസ്മത്തെ അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചല്ലോ. ഇനി ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ ചന്ദനം സ്വീകരിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ചന്ദനം സ്വീകരിച്ച ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളതാണ് അവർക്ക് മാത്രമുള്ളത്. എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ. ചില ആൾക്കാർ ഈ വിഷ്ണുവിൻ്റെ തന്നെ ഭക്തന്മാരായ ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിഷ്ണുവിൻ്റെ ശരിയായ ഭക്തന്മാരായ ആൾക്കാർക്കുള്ള കുറച്ച് പ്രത്യേകതകൾ. ചന്ദനം അവരാണ് എത്ര കണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം വെച്ചാൽ, ഇവർ ഒന്നാന്തരം നിഷ്കളങ്കരായിരിക്കും എന്നുള്ളതാണ്. ഇവർക്ക് ഒരു കാര്യത്തിലും ഒരു ഉറച്ച തീരുമാനം എടുക്കാനും ബുദ്ധിമുട്ടാണ്. നമ്മളൊരു തീരുമാനം എടുത്താൽ തന്നെ അത് പിന്നീട് മറ്റാരുടെയെങ്കിലും സംഭാഷണങ്ങളോ കാര്യങ്ങളോ കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. എന്തായാലും ഇവർ ഒന്നാന്തരം നിഷ്കളങ്കരാണ്. ആരെയും അങ്ങനെ പറ്റിക്കണം എന്നുള്ള ചിന്തയൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. പറ്റിക്കുക, അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുക, ഇതൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നർത്ഥം. അതോടൊപ്പം ഇവർ ഏതെങ്കിലും ഒരു കാര്യം തുടക്കം കുറിക്കുന്നിരിക്കട്ടെ, ഒരു ബിസിനസ് തുടങ്ങുന്നതാവട്ടെ, ഒരു വീടിൻ്റെ പണി എടുക്കുന്നതാവട്ടെ, ഒരു വിവാഹത്തിൻ്റെ കാര്യമാവട്ടെ, എന്ത് കാര്യവും ഇവരാണ് തുടക്കം കുറിക്കുന്നത്, ഇവരാണ് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടാവും, ഒരു ഭയമുണ്ടാവും. അയ്യോ, ചെയ്തു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് പേടിയോടുകൂടി മാത്രം മറ്റാരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കാം എന്ന രീതിയിലൊക്കെ ഇവർ പറയും. പക്ഷെ ഇവരത് ഏറ്റെടുത്ത് കഴിയുകയാണെങ്കിൽ അത് വിജയിക്കുകയും ചെയ്യും. പക്ഷെ ഏറ്റെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നർത്ഥം. അത് മാത്രമല്ല, ഇവർക്ക് മനസ്സിന് ബലം വളരെ കുറവാണ്. ഉദാഹരണത്തിന് ഒരു ആക്സിഡൻറ്റ് കണ്ടുവന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ഒരു ഇത് കണ്ടുവന്നിരിക്കട്ടെ, അവർ മനസ്സ് തളർന്നു പോകും. അവർക്ക് ചെയ്യാൻ കഴിയില്ല. വളരെ വേണ്ടപ്പെട്ട ഏതെങ്കിലും നിർണായകമായ ഘട്ടത്തിൽ ഇവർ ചിലപ്പം അത് തളർന്നു പോകുന്ന ഒരു ഘട്ടം കൂടി ഇവർക്കുണ്ട് എന്നർത്ഥം. അപകടാവസ്ഥ മാത്രമല്ല, വീട്ടിൽ തന്നെയുള്ള ഒരു വീട്ടിലൊരു അറ്റാക്ക് നടക്കുകയാണ്. ആ അവസരത്തിൽ പോലും ഇവർ സ്വയം പതറിപ്പോകും. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ഇവർക്കറിയില്ല. ഇവരുടെ തടി വിറക്കാൻ തുടങ്ങും എന്നർത്ഥം. മറ്റൊരു കാര്യം, മറ്റുള്ളവരുടെ വാക്കുകളിൽപ്പെട്ട് വഞ്ചിക്കപ്പെടാൻ സാധ്യത ഏറെയുള്ള ഈ ആൾക്കാരാണ് ഈ ചന്ദനം സ്വീകരിച്ച ആൾക്കാർ. മോഹന വാഗ്ദാനങ്ങളുമായി നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാതെ അത് വിശ്വസിച്ച് പോവുകയും അവരുടെ കുഴിയിൽ ചെന്ന് ചാടുകയും ചെയ്യും എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റു പല സംവിധാനങ്ങളായിട്ട് നമ്മുടെ അടുത്ത് പല ആൾക്കാരും പറ്റിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുമ്പോൾ നമ്മളാണ് അതിലേക്ക് പെട്ടുപോവുക. ഈ പറയുന്ന ചന്ദനത്തിനെ സ്വീകരിച്ച ആൾക്കാർ ഇങ്ങനെയുള്ള കുഴികളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടെന്നറിയോ, നമ്മളെടുത്ത് ആരെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടോ വന്നു കഴിഞ്ഞാൽ വളരെയേറെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രേമക്കുഴിയിലോ മറ്റോ എന്തോ വീഴുന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ശ്രദ്ധിക്കുക. നമ്മളെ മനസ്സിനെ അവർക്ക് പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും. അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മളെ വശപ്പെടുത്തുകയും നമ്മളെ ചതിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികളായ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളായി വരുന്ന ആൾക്കാരെ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് 100% ഉറപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ അവരുടെ വാക്കുകളിൽ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. അങ്ങനെയല്ല എങ്കിൽ എന്താവും, അവർ അബദ്ധത്തിൽ ചെന്ന് ചാടും എന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റെടുത്ത കാര്യമാണെങ്കിൽ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി ഒരു ക്ലബിൻ്റെ കാര്യമാവാം, ക്ഷേത്രത്തിൻ്റെ കാര്യമാവാം, എന്ത് കാര്യം ഏറ്റെടുത്താലും അതിൽ വിജയമുണ്ടാവും. പക്ഷെ
അവർക്കൊരു ആത്മവിശ്വാസക്കുറവ്, ആദ്യം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാകും. അതോടൊപ്പം എന്ത് തീരുമാനം എടുത്താലും പിന്നീട് ഇപ്പോൾ ഒരാളോട് ഒരു പിണക്കം ഉണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ ദ്രോഹിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾക്ക് മാനസികമായി പ്രശ്നം ഉണ്ടാക്കിയ ആളാന്നിരിക്കട്ടെ, അവരോട് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പ് വരും. എന്തായാലും ശത്രുതയുണ്ടാവും. പക്ഷെ ആ ശത്രുത സ്ഥായിയായിട്ട് അവിടെ ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും മറ്റുള്ള പ്രവർത്തനം കൊണ്ടും നമ്മുടെ മനസ്സിൽ അത് അലിഞ്ഞ് ഇല്ലാതെയാക്കും. എന്ന് വെച്ചാൽ ആരോടും സ്ഥിരമായിട്ടൊരു ശത്രുത വെക്കുന്ന സ്വഭാവക്കാരായിരിക്കില്ല ഇവരെന്നർത്ഥം. എത്ര വലിയ ഒരാളോടൊരു വാക്ക് പറഞ്ഞു, എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് അവരോട് വേണ്ടാതീനം പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക, അയ്യോ വേണ്ടായിരുന്നു, ഞാൻ വെറുതെ പറഞ്ഞു പോയി, എനിക്ക് ക്ഷമിക്കായിരുന്നു, ഞാൻ എടുത്തു ചാടി പറഞ്ഞു പോയി എന്നുള്ള ഒരു ചിന്തയൊക്കെ ഇവർക്ക് ഉണ്ടാകും. അപ്പോൾ ആദ്യം പറഞ്ഞതായിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ അവരുടെ മനസ്സുകളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നും കൂടി കാണുന്നു. ഇനി ഭസ്മത്തെ സ്വീകരിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ശിവഭഗവാന്റെ പ്രതീകമായിട്ടാണ് ഭസ്മത്തെ നമ്മൾ കാണുന്നത്. ഇവർക്കൊരു പ്രത്യേകം എന്താ അറിയാം, ഒരു തീരുമാനം എടുത്താൽ അത് ഉറച്ച തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഇളക്കം വരാൻ ബുദ്ധിമുട്ടാണ്. ശിവഭഗവാനെ പോലെ തന്നെയാണ് ഇവർ. സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടിയാണ്. ഏത് കാര്യത്തിനായാലും ഏറ്റെടുക്കാൻ, ഒരു കാര്യം ഏറ്റെടുത്താൽ അത് എന്തൊരു സാഹസികമായി എല്ലാത്തിനോടും താല്പര്യമാണ്. പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും ഇവർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടാവുക. മറ്റുള്ളവർ വേണ്ട, അത് ചെയ്യേണ്ട, അത് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവേ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കാൻ വേണ്ടി ഇവർ തയ്യാറാകും എന്നർത്ഥം. അതുപോലെ ഏത് കാര്യം ചെയ്യാനും മടിയുണ്ടാവില്ല. എന്ന് വെച്ചാൽ കൊലപാതകടക്കം ചെയ്യാൻ ഇവർക്ക് മടിയുണ്ടാവില്ല. ആരടാ വെച്ചാൽ ഞാനടാ എന്ന് പറയാൻ തൻ്റെ അവിടെ ഉള്ളവരായിരിക്കും. മറ്റുള്ളവരെല്ലാം ഭയന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇവരത് ഏറ്റെടുത്തിട്ട് ചെയ്യും. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള, സാഹസികമായിട്ട് വളരെ വിഷമമുള്ള കാര്യമായപ്പോലും ഒന്നൽപ്പം ഞാനൊരു കൈ നോക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആൾക്കാരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിന് നല്ല ബലമായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, സഹായിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടായാലും അവരെ സഹായിക്കാൻ തോന്നാൻ ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ അത് നടപ്പിലാക്കും. എന്തിനേയും നേരിടാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ട്. ആര് എന്ത് എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലും ഇയാൾക്ക് അവരൊരു അടിപത്രമില്ല. എന്ത് വിഷമമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുകയില്ല കേട്ടോ ഇവർക്ക്. നേരത്തെ കുറച്ച് ചന്ദനത്തിൻ്റെ ആൾക്കാർ ആ വിഷമം അവരുടെ മുഖത്തുണ്ടാവും. അവർ 10 ആളോട് ഇങ്ങനെ പറയും, എനിക്ക് ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, മാനസികമായ പ്രയാസമുണ്ടെന്ന്. പക്ഷേ ഈ പറയുന്ന ആൾക്കാർ ഒന്നും പുറത്ത് പ്രകടമാക്കില്ല. അവരുടെ കാര്യങ്ങൾ അവർ മാത്രമേ അറിയൂ. അവരതെല്ലാം സ്വയം സഹിക്കാനുള്ള ശക്തിയുണ്ട്. സഹനശക്തി ഇവർക്ക് ഭയങ്കരമായിരിക്കും. മറ്റവർക്ക് അങ്ങനെ ആയിരിക്കില്ല. സഹനശക്തി വളരെ കുറവായിരിക്കും. അവരെന്തും കണ്ടു കഴിഞ്ഞാൽ സങ്കടപ്പെട്ട് കരഞ്ഞു. ചെറിയൊരു വാക്ക് കേട്ടാൽ പോലും ചന്ദനത്തിൻ്റെ ആൾക്കാർ സങ്കടപ്പെട്ട് കരഞ്ഞു പോകുമ്പോൾ മറ്റുള്ളവർ അത്ര പെട്ടെന്നൊന്നും മനസ്സ് കലങ്ങില്ല, അവർ കരയില്ല എന്നർത്ഥം. ഇവരെ പറ്റിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവർ പെട്ടെന്നൊന്നും മറ്റുള്ളവരുടെ വാക്കിൽ വിശ്വസിക്കില്ല. ഇവർ കുറേ ആലോചിച്ചിട്ട് മാത്രമേ അവർ കുഴിയിലേക്ക് വീഴൂ. ഇത് 100% ശിവഭക്തന്മാരായ അല്ലെങ്കിൽ ഭസ്മത്തിനോട് താല്പര്യമുള്ള ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയൊരു ദോഷമുണ്ട് കേട്ടോ. ഇവരെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ആ ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ട്. എന്നെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ചിലപ്പോൾ പല കുഴികളിലും ചെന്ന് ചാടാറുണ്ട്. എന്നെ പറ്റിക്കാൻ കഴിയില്ല, കാരണം ഞാൻ അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് പറയും. പക്ഷെ ഇവർ മറ്റു പലരെയും പറ്റിക്കാറുണ്ട്. ഇവർ മറ്റു പലരെയും ശരിക്കും, കാരണം ഒരു കാര്യം കഴിഞ്ഞാൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രവൃത്തിയും ചെയ്യും, കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതാ പറഞ്ഞാൽ നേരെ സാഹസികമാണ്. അത് വേണ്ടപ്പെട്ട ആളായാൽ പോലും എനിക്കൊരു കാര്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തിരിക്കും. ഉറച്ച തീരുമാനമെടുക്കാൻ ഇവർ മിടുക്കന്മാരാണ്. ഏത് കാര്യത്തിനും അവർ ഉറച്ച തീരുമാനമായിരിക്കും എടുക്കുക. അപ്പോൾ ഒരു കാര്യം ഒരു ഉറച്ച തീരുമാനം എടുത്തു എന്നിരിക്കട്ടെ, എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അവരെ മാറ്റം വരുത്താനും വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് വളരെ നയപരമായി സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാർ വന്ന് സംസാരിച്ചാൽ മാത്രമേ അവരുടെ തീരുമാനത്തിൽ നിന്നും അവരെ മാറ്റാൻ കഴിയുകയുള്ളൂ എന്നർത്ഥം. നടപ്പിലാക്കേണ്ടത്, കാരണം ഒരു കാര്യം ഏറ്റെടുത്തു, ആ ഏറ്റെടുത്ത കാര്യം നടപ്പിലാക്കണം എന്നുണ്ടിരിക്കട്ടെ, അയാൾ എത്ര റിസ്ക് എടുത്തിട്ടായാലും, ഉദാഹരണം ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിത്വമാണ് അയാൾ ഏറ്റെടുത്തുന്നിരിക്കട്ടെ, ആരുമില്ലെങ്കിൽ അയാൾ ഒറ്റക്കായാലും പോയിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യും. കാരണം വെച്ചാൽ അത് ചെയ്യും. ആരെങ്കിലും 1-2 ആളെ കൂട്ടിയിട്ടായാലും ആ കാര്യം, അതിന് ക്ലബിൻ്റെ കാര്യം ആയിക്കോട്ടെ, അതിന് മറ്റേതെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, അവർ ഏറ്റെടുത്തോ ഒരു വിഷയത്തിൽ അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറുള്ളവരാണ് ഇവർ. ഇവരിൽ തന്നെ നല്ല മനസ്സിൻ്റെ ഉടമകളുണ്ട്,
അതുപോലെ തന്നെ നീച മനസ്സിൻ്റെ ഉടമകളും ഉണ്ടാവും. അത് രണ്ടിലും ഉണ്ടാവും. പക്ഷെ ചന്ദനത്തിൻ്റെ ആൾക്കാർക്ക് നീച മനസ്സിൻ്റെ ഉടമകളായാലും അവർ ആ ചെയ്തു പോയ കാര്യങ്ങൾ എല്ലാവരോടും പറയും. അറിയാതെ മറ്റുള്ളവരോടെല്ലാം പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റവരങ്ങനല്ല. അവർ നീചമായ കാര്യം ചെയ്താൽ അത് മറച്ചു വെക്കാൻ, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നല്ല കഴിവുള്ളവരാണ് ഈ പറയുന്ന ഭസ്മത്തിൻ്റെ ആൾക്കാർ. ഇത് ഏകദേശമുള്ളൊരു ലക്ഷണശാസ്ത്രം മാത്രമാണ്. 100% ഇത് അങ്ങനെ ആവണമെന്നില്ല. ഇത് ശരാശരി ഉള്ളൊരു ലക്ഷണശാസ്ത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചിലപ്പോൾ നിങ്ങളും ഇതിൽപ്പെട്ട ആളായിരിക്കാം. ഏതായാലും ഇത് കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണ്. ഒരു വ്യക്തിയെ എടുത്ത് പറയുമ്പോഴാണെങ്കിൽ അവരുടെ വ്യക്തിയെ കണ്ടതിന് ശേഷമാണ് അവരുടെ ലക്ഷണം പറയുക. ഇത് നമ്മൾ കോമൺ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു ലക്ഷണം പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.